നമസ്കാരം. ഇന്ന് നമ്മളുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ. നമ്മളിത് പൊരിച്ചിട്ടില്ല, വറുത്തിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഒരു വെറൈറ്റി സാധനമാണ്. ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും. എന്നെങ്കിലും നമുക്ക് നോക്കാം. നമുക്ക് അടിപൊളിയായിട്ടൊരു ചിക്കൻ എടുക്കണം. അതിനെ നല്ല കിച്ച് 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 കിച്ചാന്ന് വരഞ്ഞ് അവിടെ ഇവിടെ കൊത്തി കീറി നശിപ്പിക്കണ്ട, മസാല കയറത്തക്ക പോലെ. എന്നിട്ട് കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇഞ്ചി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇഞ്ചിപ്പൊടി, പിന്നെ അതിന് നമ്മുടെ വെളുത്തുള്ളിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിച്ചതും കുറച്ച് പൊടിക്കാത്തതും, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നാരങ്ങ എടുക്കുക, പിഴിഞ്ഞതിനകത്തോട്ട് ചേർക്കുക. ശകലം വിനാഗിരി ചേർത്താലും മതി. ഞാൻ നാരങ്ങയാണ് ചേർത്തത്. പിന്നെ കുറച്ച് മല്ലിയുടെ ഇലയില്ലേ, നമ്മുടെ മല്ലിയിലയുടെ എടുക്കുക. പിന്നെ ഞാൻ ഒരു ഓയിൽ എടുത്തു, വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണയ്ക്കും ഒരു ഓയിൽ രണ്ടായാലും കുഴപ്പമില്ല. നല്ലപോലെ അത് മിക്സ് ആയതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് നമുക്ക് എണ്ണയോടെ നോക്കണം, ശകലം എണ്ണ കൂട്ടി നിൽക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കാം. നല്ല ഇച്ചിരി ലൂസാക്കി എടുക്കണം. നമ്മുടെ ഈ കോഴിയുടെ നമ്മൾ ആദ്യം വരഞ്ഞു വെച്ച എല്ലാ ഭാഗത്തും ചെല്ലണം. ഇതേപോലെ അങ്ങനെ കച്ച 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 കച്ചാന്ന് അങ്ങോട്ട് വരഞ്ഞ് എല്ലായിടത്തും ഭാഗത്തോട്ട് കുത്തി കയറ്റി ഇവിടെ സെറ്റാക്കി അങ്ങോട്ട് എടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ പാടൊന്നുമില്ല. അത് ഇങ്ങനെ ആക്കി എടുക്കണം. എന്നിട്ടൊരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുക്കുക, അതിനകത്തോട്ട് അങ്ങനെ വെക്കുക. നല്ല വൃത്തിക്ക് മടക്കി എടുക്കുക. ഒട്ടും ലീക്ക് വരാത്തപോലെ നല്ലപോലെ ഫോൾഡ് ചെയ്ത് മടക്കണം. നല്ല പേപ്പറാണെങ്കിൽ ഒരെണ്ണം ഇടുക, അല്ലെങ്കിൽ കനം കുറഞ്ഞാണെങ്കിൽ രണ്ടെണ്ണം ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല സെറ്റായിട്ട് മടക്കിയെടുക്കുക. ഇനി നമ്മുടെ മെയിൻ സാധനം വേണ്ടത് ഇഡലിപ്പാത്രം. ഇഡലിപ്പാത്രം വെച്ചു. അതിനകത്ത് കുറച്ച് മസാല കൂട്ടുകളുടെയൊക്കെ ഇലയും കറുകപ്പട്ടയും എല്ലാം കൂടെ ഇട്ട് ഇടുക. അതിനകത്തോട്ട് വെച്ച് ഇനി അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ നല്ല സെറ്റായിട്ട് ആവി കയറ്റണം. നല്ലപോലെ ആവി കയറ്റി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ ചാറൊക്കെ ഇതിനകത്ത് തുറക്കം കൊണ്ട് അതിൻ്റെ ചാറൊക്കെ അതിനകത്ത് ഇങ്ങനെ നല്ല ഗ്രേവി പോലെ ഇവിടെ കിടക്കും. അത് വേണ്ടവർക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ല നമ്മൾ വേറെ എന്തെങ്കിലും കൂട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടോ പൊറോട്ടയുടെ കൂടോ ഒക്കെ തിന്നാം. പിന്നെ ഇത് കണ്ട ഉടനെ അയ്യേ എന്ന് വെക്കുന്ന ആൾക്കാർ ഇത് ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട. ഇത് ട്രൈ ചെയ്യാനുള്ള ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾ കഴിച്ചതിൽ ഏറ്റവും ബെറ്റർ സാധനമായിരിക്കും. വലിയ നമുക്ക് എണ്ണമയമൊക്കെ ഈ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അങ്ങനെയുള്ളത് മാത്രം ഉപയോഗിക്കുക. പാം ഓയിലൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ്. നമുക്ക് മന്തിക്കതൊക്കെ കിട്ടുന്നതിനെക്കാട്ടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് നമുക്ക് കുറച്ച് നേരം കൂടുതൽ വെച്ചെന്ന് പറഞ്ഞാലും സോഫ്റ്റ് കൂടത്തേ ഉള്ളൂ. മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ തിന്നു നോക്കാം. അപ്പോൾ ഈ സാധനം കണ്ട, ഞാൻ അതിൽ കുറച്ച് ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ നല്ല കാന്താരി മുളകൊക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയാണ് അടിക്കാൻ പോയത്. അപ്പം നിങ്ങളും എന്തായാലും ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും. ബൈ ബൈ.